السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حفظ الدين والقرآن. ما شاء الله كان، ما شاء الله كان، وما لم يشاء لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. وقد كان النبي صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم لا يضلونكم ولا يفتنونكم إياكم وإياهم. محمد ذكره روح لأنفسنا، محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا. فق النبي في خلق وفي خلق ولم يدانه في علم ولا كرم. مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാധനായ ലോകാധ്യക്ഷൻ ബീരാമുട്ടി വാക്കവി, പ്രിയങ്കരനായ അബ്ദുൽ കരീം ദാനമി, എന്റെ പ്രിയ സുഹൃത്ത് കെ എം ബഷീർ മൗലവി അടക്കം വേദിയിലും സദസ്സരുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സവരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒമാനോ
ശാഖ SKSUM സംയുക്തമായി സംഘടിപ്പിച്ച 3 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ സമസ്ത ആദർശ വിശദീകരണ സമ്മേളനത്തിന്റെയും ഭാഗമായി സംഘടിപ്പിച്ച മുഖാമുഖം സെഷനിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ ആളുകളോട് എത്തിച്ചേരുകയും അഭിമന്യനായ SKSUM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപള്ളി ഉസ്താദിന്റെ വളരെ പ്രധാനപ്പെട്ട ഗഹനമായ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്രസംഗം ശ്രദ്ധിക്കുകയും ഇനി നമ്മുടെ ആദർശത്തെക്കുറിച്ച് അല്പം ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകലാണ് നമ്മുടെ ലക്ഷ്യം. ബഹുമാനായ MD അബൂബക്കർ ദാരിമി ഉസ്താദും സ്ഥലത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും. അതുവരെ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ദ്വാകൊണ്ട് വസീയത്തുകൾ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രസിദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുലും പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാവാതെ ഓരോ ദിവസം തോറും ആ ആശയങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് മറ്റു ഇതര ചേരിയിലുള്ള ആളുകളുടെ ആദർശങ്ങളൊക്കെ ആകെ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശത്തിന് യാതൊരു മാറ്റവുമില്ലാതെ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു ആദർശമാണോ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, സ്വഹാബാക്കൾ എന്തൊരു ആദർശമാണ് ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്, ആ ആദർശങ്ങൾ താബിയങ്ങളും തബഉത്താബിയങ്ങളും അവരുടെ പിൻഗാമികളും മഖ്ദൂമി പണ്ഡിതന്മാരും അവരുടെ പിൻഗാമികളും ഒളിയങ്കോട്ട് ഉമറുക്കാളിയും നമ്പറന്നങ്ങളും നബ്ബറല്ലാഹു മറാക്കിദഹും ആ മഹത്തുക്കളുടെ കടന്നുവന്ന് കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ വളരെ ഭംഗിയായി ഇത് പ്രചരിപ്പിക്കപ്പെടുകയും ആദർശങ്ങൾക്കൊരു മാറ്റവുമില്ലാതെ കേരളീയ മുസ്ലിമീങ്ങൾ വളരെ ഭംഗിയായി തന്നെ ആ ആദർശം നെഞ്ചിലെത്തുകയും ചെയ്തു. ആ ആദർശമാണ് പിന്നീട് മഹാനായ മരവർക്കൽ മുലക്കോയ തങ്ങളിലൂടെ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിലൂടെ, ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറൽ അസീസ് തങ്ങളിലൂടെ, കാളമ്പാടി ഉസ്താദിലൂടെ നമ്മുടെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരാദർശമാണോ പഠിപ്പിച്ചത്, സഹാബാക്കൾ ഏതൊരാദർശമാണോ സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്, അതേ ആദർശം തന്നെയാണ് നമ്മൾ ഇന്നും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. അതിനു വേണ്ടിയാണ് നാം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ആദർശങ്ങൾക്കൊരു മാറ്റമില്ല. നമ്മുടെ ഗുണമത 10 കൊല്ലം മുമ്പ് ഇവിടെ നമ്മൾ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ എന്തൊരാദർശമാണോ പറഞ്ഞത് അത് തന്നെയാണ് നമുക്ക് ഇന്നും പറയാനുള്ളത്. മാറ്റമില്ല. പക്ഷേ പണ്ടിവിടെ പ്രസംഗിച്ച ആളുകൾ ഇന്ന് വരുമ്പോൾ ചിലർക്ക് മാറ്റം വരുന്നിരിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിവിടെ ചെറുപ്പത്തിൽ ഒന്ന് പ്രസംഗിച്ചു. മഹാനായ മർഹൂം കല്ലൂർ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അല്ലാഹുവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ഉസ്താദിന്റെ കൂടെ വന്ന് ഈ സ്കൂളിന്റെ മുന്നിൽ പ്രസംഗിച്ച് നിൽക്കുന്ന ഓർമ്മയും, അതിന്റെ ശേഷം ഇവിടെ വെച്ച് പ്രസംഗിച്ച ഓർമ്മയും, അന്ന് എതിർചേരിയിൽ പ്രസംഗിച്ചിരുന്ന ആളുകൾ അന്നവർ പറഞ്ഞ ആശയം ഇന്നവർ തുറന്നു പറയില്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഇവിടെ പ്രസംഗിക്കാൻ വന്ന സമയത്ത് ഇന്ന് ആ മുജാഹിദുകൾ അന്ന്
അവർ പറഞ്ഞ ആദർശം പൂർണ്ണമായി പിൻവലിച്ചിരിക്കുന്നു. അത് പറയുന്നതും കാലങ്ങൾക്കനുസരിച്ച് മാറാനുള്ളതല്ല നമ്മുടെ ആദർശം. അതേപോലെ കേരളത്തിലെ മറ്റു ചില പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, കേരളത്തിൽ അതെല്ലാം പറഞ്ഞ് കടന്നു വന്നവരാ ജമാഅത്തെ ഇസ്ലാമിക്ക്. അത് പറഞ്ഞ് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥത്തിലുള്ള തൗഹീദ് ഞങ്ങളുടെ കയ്യിൽ ണെന്ന് പറഞ്ഞു. മുസ്ലിങ്ങളെന്ന് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല, അവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരായിരുന്നു ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. അല്ലേ? ജമാഅത്തെ ഇസ്ലാമിന്റെ ഗതകാല ചരിത്രം പഠിക്കുന്ന ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയും. അത് തർക്കമില്ല. ജമാഅത്തെ ഇസ്ലാമിൽ അംഗത്വമുള്ളവരും എന്റെ ശബ്ദം ഒരുപക്ഷെ എവിടുന്ന് കേൾക്കുന്നില്ലെങ്കിലും അങ്ങാടിൽ നിന്ന് കേൾക്കുന്നുണ്ടാകുമല്ലോ, അവരോട് കേൾക്കണമെന്ന ലക്ഷ്യത്തോട് നമ്മൾ അങ്ങാടിയിൽ കൊണ്ടുപോകുമല്ലോ. ഒരുപക്ഷെ യുവതലമുറയിൽപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിന്റെ ഞാൻ ഈ പറയുന്ന ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളുന്നില്ല. എങ്കിലും പഴയകാല ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാർ, അതല്ലെങ്കിൽ പ്രായം ചെന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രവർത്തകന്മാർക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ഇന്നലകളിൽ പറഞ്ഞിരുന്നത് എന്താണ്. അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ പഴയകാല പുസ്തകങ്ങളൊന്ന് പരതി നോക്കിയാൽ നിങ്ങൾ ഇന്ന് പറയുന്നതും അന്ന് പറയുന്നതും വലിയ വ്യത്യാസമാണ്. മാറി മറിഞ്ഞിരിക്കുകയാണ്. 1946 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുമ്പോൾ എന്താണോ പറഞ്ഞത് അതല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് 2014 പ്രചരിപ്പിക്കാനുള്ളത്. ജമാഅത്തെ ഇസ്ലാമി അവിടുന്ന് എത്രയോ മാറിയിരിക്കുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ആകെ പറയാനുണ്ടായിരുന്നത് ഹുക്കൂമത്തെ ഇലാഹി, ഇഖാമത്തുദ്ദീന്, ഇങ്ങനെ കുറച്ച് അറബി വാക്കുകൾ പറഞ്ഞിട്ട് ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കണം. അതിനെ പറ്റിയ ഏക സംഘടന ഇന്ത്യയിൽ, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. അതിന് സുന്നി പറ്റൂല, അതിന് മുജാഹിദും പറ്റൂല. അതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് അന്ന് പറയാനുണ്ടായിരുന്നത്. അല്ലേ? അതായിരുന്നു പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിന്റെ പഴയകാല പുസ്തകം നോക്കുന്നു, അവരങ്ങനെയായിരുന്നു പറഞ്ഞത്. ഇന്ത്യൻ ഭരണകൂടത്തിന് കീഴിൽ ജോലി ചെയ്യാൻ പാടില്ല, ഇന്ത്യൻ ഭരണകൂടത്തെ അനുസരിക്കാൻ പാടില്ല, എന്തിനേറെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പോയി പഠിക്കാൻ പോലും പാടില്ല, തനിക്ക് ശിർക്കാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് പറഞ്ഞത്. കാരണം ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് താഗൂത്തി ഗവൺമെന്റാണ്, പൈശാചി ഗവൺമെന്റാണ്, പിശാചിന്റെ ഗവൺമെന്റാണ്. പിശാചിനനുസരിക്കാൻ പാടില്ലെന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെ കൂട്ടരെ നമ്മൾ ഗവൺമെന്റ് സ്ഥാപനത്തിൽ പഠിക്കുക, ജോലി ചെയ്യുക എന്നാണ് അത്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഒരു അനിസ്ലാമിക രാഷ്ട്രീയത്തിൽ പങ്കുവഹിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജോലിയേ അല്ല. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു എഴുതിയില്ലേ? എഴുതി. പഴയകാല ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാരുടെ പുസ്തകം വരച്ചു നോക്കിയാൽ അതിൽ വളരെ വ്യക്തമായി എഴുതിച്ചിരിക്കുന്നു, അനിസ്ലാമിക രാഷ്ട്രീയത്തിൽ പങ്കുചേരൽ ഒരു മുസ്ലിമിന്റെ ജോലിയേ അല്ല. ഒരു മുസ്ലിമിന് ഒരിക്കലും ചിന്തിക്കാനേ കഴിയില്ല. നല്ല സ്ക്രീൻ തെളിഞ്ഞു. അനിസ്ലാമിക രാഷ്ട്രീയത്തിൽ പങ്കുചേരൽ ഒരു മുസ്ലിമിന്റെ ജോലിയേ അല്ല. ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായി അനിസ്ലാമിക രാഷ്ട്രീയത്തിൽ പങ്കുവഹിക്കൽ മുസ്ലിമിന്റെ ജോലിയല്ല, അത് മുസ്ലിമിന് പറ്റൂല. എത്രത്തോളം ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ല, സ്ഥാനാർത്ഥിയൊക്കെ മത്സരിക്കാൻ പാടില്ല, എന്തിനേറെ ഇങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൽ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അതുപോലെ ശിർക്കാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഇടത്തെ കൈയിന്റെ
ആ ചൂണ്ടുവരൽ ആ കറുത്ത മഷിണ്ട് പുരട്ടുന്നതോടുകൂടെ നമ്മൾ കാഫറായി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എണ്ണയാണെങ്കിൽ അങ്ങനെ എണ്ണാണെങ്കിൽ എത്ര ജമാഅത്ത് ഇസ്ലാമി മുവഹിദായിട്ടുണ്ടാവും, മുസ്ലിമായിട്ടുണ്ടാവും? അത് ജമാഅത്ത് ഇസ്ലാമി അക്കാലത്ത് കാരണം പറഞ്ഞെന്താ? കാരണം പറഞ്ഞത് ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് താഗൂത്തി ഗവൺമെന്റാണ്, ഒരു പിശാചിന്റെ ഗവൺമെന്റാണ്. അതിനെ അനുസരിച്ചുകൂടാ. മാത്രമല്ല, ഇവിടെ നേതൃത്വം വഹിക്കുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം വഹിക്കുന്നത് അനിസ്ലാമിക നേതൃത്വമാണ്. അനിസ്ലാമിക നേതൃത്വത്തെ നമ്മൾ അംഗീകരിച്ചാൽ ഇങ്ങനെ പറയാൻ ജമാഅത്ത് ഇസ്ലാമിനെ പ്രേരിപ്പിച്ചത്. അതിന് കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ്, ഇപ്പോഴത്തെ സംസ്ഥാന അസിസ്റ്റന്റ് അമീർ, IPH ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് കാരാക്കുന്നത്, അദ്ദേഹം പറഞ്ഞ വലിയ ഷെയ്ഖ് ഉണ്ടല്ലോ, അയാളെ പേരങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് കാരാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അയാളതിന് കാരണം പറഞ്ഞെന്താ? അദ്ദേഹത്തിന് കാരണം പറഞ്ഞത്, നമ്മുടെ നേതാക്കന്മാർ അന്ന് പ്രസംഗിച്ചതാണ്. കരുണാകരനാണെങ്കിൽ, അന്ന് ലീഡർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, ആന്റണിയാണെങ്കിൽ, സോണിയാഗാന്ധിയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇതര പ്രസ്ഥാനത്തിൽപ്പെട്ട ആരെങ്കിലുമാണെങ്കിൽ ഖുർആൻ പറഞ്ഞത് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി, നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം. നമ്മുടെ നേതാവ് കരുണാകരനാണെങ്കിൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങാൻ പറഞ്ഞാൽ കരുണാകരൻ സമ്മതിക്കുമോ? സമ്മതിക്കും. ഒരു വിഷയം വരുമ്പോൾ സൂറത്ത് ത്വാഹയിൽ ഇത്തരം താഴത്തെ സ്ഥാനത്തിലാണ് ഞങ്ങളത് പറഞ്ഞത് പറഞ്ഞാൽ കരുണാകരൻ സമ്മതിക്കോ? സമ്മതിക്കൂലല്ലോ. ആന്റണി സമ്മതിക്കോ? അച്യുതാനന്ദൻ സമ്മതിക്കോ? ഇല്ല. സഖാവ് പിണറായി സമ്മതിക്കോ? ഇല്ല. പിന്നെ എങ്ങനെ ഇവരൊക്കെ നമ്മൾ രാഷ്ട്രീയ നേതൃത്വമായിട്ട് കാണുക? കേൾക്കുമ്പോൾ തോന്നുന്നു ശരിയാണല്ലോ, അല്ലേ? ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് നമ്മുടെ രാഷ്ട്രീയപരമായ തീരുമാനത്തെ, രാഷ്ട്രീയമായ നിലപാടിനെ ചോദ്യം ചെയ്യാനും നമ്മളെ മുശ്രിക്കാക്കാനും കാഫിറാക്കാനും ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് കണ്ടിരുന്ന അവരുടെ ആശയപരമായ നിലപാടിതായിരുന്നു. അതിന് തെളിവ് ഈ ആയത്തുമായിരുന്നു. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി, നിങ്ങൾ തർക്കം വന്നാൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അത് കഴിയില്ലല്ലോ. നോക്കിങ്ങള്, ഞാനിത് കുറച്ച് ഇതും പറഞ്ഞതാണ് കേട്ടോ, അതിലേക്ക് കടക്കുന്നത്. ഇനി വാക്കിലേക്കൊക്കെ വരും, എല്ലാത്തും എത്തും ഇൻഷാ അല്ലാഹ്. അവസാനം ചട്ടിയും പറഞ്ഞ് നമുക്ക് നിർത്തും ചെയ്യാം. എല്ലാം കുറച്ച് തോണ്ടിപ്പോണെന്നാണ് പുറത്തന്മാർ ആവശ്യപ്പെടുമ്പോൾ പറയണല്ലോ. കേട്ടോളൂ, ഷെയ്ഖ് മുഹമ്മദ് കാരാക്കുന്ന് പറയട്ടെ. അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സംസ്കാരങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലിയ്യമായ നേതൃത്വത്തെ മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന് മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അല്ലാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിനും വെച്ചും മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകനിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുന്നു, അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. അതേ ഇസ്ലാമികമായ സമൂഹത്തിന് ചിന്തിക്കാനേ എന്തായത്? ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുക, ഉലിൽ അംരി മിൻകും. അത് ഒരു ഓതൂല, അതാ പ്രശ്നം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. എന്നിട്ട് ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ,
നിങ്ങളൊരു കാര്യത്തിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണമെന്നല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മുടെ നേതാവ് ആന്റണിയാണെങ്കിൽ, കരുണാകരനാണെങ്കിൽ, സോണിയാഗാന്ധിയാണെങ്കിൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങാൻ ഒരു സമ്മതിക്കൂലല്ലോ. പിന്നെ എങ്ങനെ കൂട്ടരെ ഇവരെ നമ്മൾ രാഷ്ട്രീയപരമായ നേതാവായി കാണുക? കേൾക്കുമ്പോൾ ശരിയാണ്. ഇവരെ കൂട്ടത്തിലെ മറ്റൊരു നേതാവ് ഇവരുടെ രാഷ്ട്രീയകാര്യ നേതാവ് കൂടിയാണ്, അബ്ദുസ്സലാമാണ്. അദ്ദേഹം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു. എന്താ അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്? ഇതിനൊന്നും ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇതിന് സമസ്തക്കാർ പറയുന്ന ആദർശത്തിന് ഖുർആനിലോ ഹദീസിലോ തെളിവില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ എതിർക്കാൻ കാരണം. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ സിന്ദാബാദ് വിളിക്കുന്ന ഒരു ഏർപ്പാട് മുത്തനബിന്റെ കാലഘട്ടത്തിലുണ്ടോ? എങ്ങനെ അനങ്ങിയവർക്കൊക്കെ ചോദിക്കാനൊരു ചോദ്യതാണ്. എല്ലാവർക്കും മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമി ഒക്കെ ചോദിക്കുന്നത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിട്ടുണ്ടോ, റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിട്ടുണ്ടോ? പറയുന്നത് കേട്ടാ തോന്നിപ്പോകും ഇവർ നബിന്റെ കാലത്തുള്ളത് മാത്രം ചെയ്തു വരാം. വിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് മനസ്സിലാക്കാത്തതുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച കാര്യം തെറ്റാകോ? ഖുർആനിലെ അല്ലാഹുണ്ടോ മാതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. എന്തേ ഖുർആൻ പറഞ്ഞുള്ളൂ? റസൂലുള്ള കൊണ്ടുവന്നതിന് നിങ്ങൾ സ്വീകരിക്കണം, റസൂലുള്ള നിരോധിച്ച് നിങ്ങൾ വർദ്ധിക്കണം എന്നല്ലാതെ നബിത്തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളും വർദ്ധിക്കണം എന്ന് ഖുർആൻ എവിടെയില്ലല്ലോ. അങ്ങനെയില്ല ഖുർആൻ. റസൂലുള്ള ചെയ്യാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഖുർആനിലായിട്ടുണ്ട് ഇല്ലല്ലോ. നബി കൊണ്ടുവന്നൊക്കെ സ്വീകരിക്കണം, അതിൽ തർക്കമില്ല. അല്ലാഹു റസൂൽ വിരോധിച്ച കാര്യങ്ങൾ അത് വിരോധിക്കണം, അതിനും തർക്കമില്ല. അല്ലാഹു റസൂൽ ചെയ്യാത്തതൊക്കെ ചെയ്യാതിരിക്കണം, അങ്ങനല്ല. അങ്ങനെ കൂട്ടരെ നമ്മൾ ഒരുപാട് കാര്യം ഒഴിവാക്കണ്ടല്ലേ. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ക്രോഡീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലല്ലോ. ജമ്മുൽ ഖുർആനായ കാലഘട്ടത്തിലാണ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കാലഘട്ടത്തിലല്ലേ ജമ്മുൽ ഖുർആൻ എന്ന് പറയുന്ന ആ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടാകുന്ന കാലഘട്ടത്തിൽ ആ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മളിന്നീ കാണുന്നു പോകുന്ന രീതിയിൽ ഖുർആൻ ക്രോഡീകരിക്കപ്പെടുന്ന പിന്നെയും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. സിദ്ദീഖ് റളിയല്ലാഹു രാജ്യം ഭരിക്കുമ്പോൾ വലിയ യുദ്ധമുണ്ടാകുന്നു. ഖുർആൻ മനഃപ്പാടമുള്ള ഒട്ടേറെ കാര്യങ്ങൾ, ഖുർആൻ മനഃപ്പാടമാക്കിയ ഒട്ടേറെ കാര്യങ്ങൾ ഈ ലോകത്തോട് വില പറയുന്നു. ഷഹീദായി പോകുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്ന, സിദ്ദീഖ് തങ്ങളെ, വിശുദ്ധ ഖുർആൻ മനഃപ്പാടമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഷഹീദായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഖുർആൻ മനഃപ്പാടമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖുർആൻ നമുക്ക് ലഭ്യമല്ലാത്തൊരവസ്ഥ വരും. ബാലിസത്തരമുറക്ക് ഖുർആൻ പഠിക്കാൻ അവസരമില്ലാതെയായി വരും. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ, ഖുർആൻ ക്രോഡീകരിക്കാൻ അങ്ങ് ആജ്ഞാപിക്കണം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞ വാക്കെന്താ? സിദ്ദീഖ് റളിയല്ലാഹു പറയുകയാണ്, ഉമറേ, കൈഫ നഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹ്. റസൂലുള്ള ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാ ഉമറേ നമ്മൾ ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ലല്ലോ. അത് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് പോകണ്ടേ? അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞാ, ശരിയാട്ടോ, ആ മസല എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഏത്? റസൂലുള്ള ചെയ്യാത്ത കാര്യം ഒന്നും ചെയ്യാൻ പാടില്ല മസല എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അത് ബിദ്അത്താണല്ലോ. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും പിഴച്ചാണല്ലോ. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പിഴച്ചും നരകത്തിലാണ്. നരകത്തിലേക്ക് പോകുന്ന ആശയമാണല്ലോ സിദ്ദീഖ്. അങ്ങയോട് ഞാൻ പറഞ്ഞു പോയി തെറ്റുപറ്റില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സിദ്ദീഖ് തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറയുകയാണ്, സിദ്ദീഖ് ഹദാ വല്ലാഹു ഖൈർ അമീറുൽ മുഅ്മിനീൻ. റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ലെങ്കിലും ഇത് ഖൈറാണ്. ഹദാ വല്ലാഹി ഹദാ ഖൈർ. പടച്ചവൻ സാക്ഷി, ഇത് ഖൈറാണ് സിദ്ദീഖ്.
ഇത് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഉമറുല്ലാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, വലം യസൽ ഉമർ ഇറാജുനി ഫാശറ അല്ലാഹു സദരി. ഉമറുല്ലാനോട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സിദ്ദീഖ് ഹദാ വല്ലാഹി ഖൈർ, ഹദാ വല്ലാഹി ഖൈർ, ഹദാ വല്ലാഹി ഖൈർ, ഇത് ഖൈറാൻ. സംഭവം റസൂലുള്ളാഹിന്റെ കാലത്തില്ലെങ്കിലും ഖൈറാൻ. സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, എനിക്കത് ബോധ്യപ്പെട്ടു. പറഞ്ഞതാണ് ശരി. ബഹുമാന്യനായ എം ടി അബൂബക്കർ ദാരിമി ഇതിലേക്ക് കടന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞുകൊണ്ടേയിരുന്നു, അമീറുൽ മുഅ്മിനീൻ ഹദാ വല്ലാഹി ഖൈർ. സിദ്ദീഖ് റളിയല്ലാഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു പറഞ്ഞപ്പോ ഫാശറ അല്ലാഹു സദരീ ലിദാലിക്, എന്റെ മനസ്സിലും തോന്നിപ്പോയി, ശരി തന്നെയാ. കാര്യങ്ങളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാല്, ഹാഫിലീങ്ങളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാല്, ഖുർആൻ മനപ്പാടമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് ഭാവി തലമ ഖുർആൻ കിട്ടാത്തൊരവസ്ഥ വരുമല്ലോ, അങ്ങനത്തെ ഒരു പ്രയാസഘട്ടം വരുമല്ലോ. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കരാ നല്ലതെന്ന് എനിക്കും ബോധ്യപ്പെട്ടു. ഞാൻ ഉടൻ തന്നെ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാ. സെയ്ദ് റളിയല്ലാഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, സെയ്ദ് റളിയല്ലാഹു ആണല്ലോ അക്കാലത്തെ എഴുത്തുകാരൻ. സെയ്ദ് റളിയല്ലാഹുവിനോട് പറയുകയാ, സെയ്ദിന്റെ ഖുർആൻ മനപ്പാടമുള്ളവരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഖുർആൻ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ക്രോഡീകരിക്കണം, നിങ്ങളത് എഴുതണമെന്ന് പറഞ്ഞപ്പോ മഹാനായ സെയ്ദ് റളിയല്ലാഹു പറഞ്ഞ വാക്കെന്താ, എങ്ങനെയാ നിങ്ങൾ എന്നോടിത് പറയുക, എങ്ങനെയാ നമ്മളിത് ചെയ്യുക? കൈഫ തഫ്അലൂന ശൈആ ലം യഫ്അൽഹു റസൂലുള്ളാഹ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാ സിദ്ദീഖ് മറുപടി? നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതേ മറുപടി സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്ത്, റസൂൽ ചെയ്തിട്ടില്ലെങ്കിൽ ഹദാ വല്ലാഹി ഖൈർ, ഹദാ വല്ലാഹി ഖൈർ. ഫലം യസൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങളായിക്കൊണ്ടേയിരുന്നു, ഇറാജുനി എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, വീണ്ടും വീണ്ടും പറഞ്ഞു ചെയ്ത് റസൂൽ ചെയ്തിട്ടില്ലെന്നുള്ള ശരിയാ, എങ്കിലും ഹാദാ വല്ലാഹി ഖൈർ, ഇത് ഖൈറാൻ ചെയ്ത് ഹത്താ ശറഅ അല്ലാഹു സദരി വല്ലദീ ശറഅ ലഹു സദറ അബീ ബക്കർ. സിദ്ദീഖ് റളിയല്ലാഹു മനസ്സിലായതുപോലെ എനിക്കും ബോധ്യപ്പെടുന്നതുവരെ സിദ്ദീഖ് റളിയല്ലാഹു എന്നോട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു, എനിക്കത് ബോധ്യപ്പെട്ടു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി ചെയ്യാത്തതൊക്കെ ബിദ്അത്താണെങ്കിൽ, ഒക്കെ തെറ്റാണെങ്കിൽ, ആ ബിദ്അത്തൊക്കെ വലാരത്താണെങ്കിൽ, വലാരത്ത് നരകത്തിനുമാണെങ്കിൽ പോകേണ്ടവരില്ലേ? എന്നെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട തന്റെ ഫത്ഹുൽ ബാരിയിലേക്ക് പറഞ്ഞു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു ചെയ്ത ഈ പണി ഒരു നിഷ്പക്ഷക്കാരൻ ചിന്തിക്കുകയാണ്. ജസമ, അവൻ ഉറപ്പിച്ചു. എന്താ ഉറപ്പിക്കുക? ഇത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മാത്രമല്ല, സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്ക്. എന്താ റസൂൽ പറഞ്ഞത്? മൻ സന്ന സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ. ആരെങ്കിലും ഒരു പുതിയ ചര്യമായിട്ട് വന്നു, ആ ചര്യ കണ്ടുകൊണ്ട് ആരെങ്കിലും പിന്തുടർന്നു കഴിഞ്ഞാൽ അതിന്റെ കൂലി തുടങ്ങിയയാൾക്ക് കിട്ടും. വഅജ്റു മൻ അമില ബിഹാ, തുടങ്ങിയതിന്റെ മാത്രമല്ല, അത് കണ്ടാരൊക്കെ അനുധാവനം ചെയ്തതിന്റെ കൂലിയും കിട്ടുന്നതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നു, ഇനി ലോകത്താരെ ശേഷം ഖുർആൻ ക്രോഡീകരിച്ചു, അതിന്റെ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട്
ബഹുമാനപ്പെട്ട ഇബ്നുൽ അസ്ഖലാനി തങ്ങൾ ഒന്നുകൂടി പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയെന്താ, അന്ന തർക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ക്രോഡീകരണത്തെ ഉപേക്ഷിച്ചത് ലാ ദലാലത ഫീഹി അലൽ മുൻഇ, റസൂലുള്ളാഹി ചെയ്തില്ല എന്നതുകൊണ്ട്, റസൂലുള്ളാഹി ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് ആ കാര്യം പാടില്ല എന്ന് കിട്ടുന്നില്ല എന്ന് ആര് മനസ്സിലാക്കി? ഖുർആൻ നേരിട്ട് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച തന്നോടിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ നേതാവ് അദ്ദേഹം പറഞ്ഞെന്തറിയോ, റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ ഒരു പരിപാടിയില്ലല്ലോ. എങ്ങനെ പള്ളിയിൽ പോയി നമ്മൾ നിസ്കരിക്കുന്നു, ഒരു ഇമാമിന്റെ പിന്നാലെ തുറന്ന് നിസ്കരിക്കുന്നു, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അബൂ സുഫിയാൻ സിന്ദാബാദ്, അബൂ ജഹൽ സിന്ദാബാദ്, ഇങ്ങനെ സിന്ദാബാദ് വിളിക്കുന്ന ഒരു ഏർപ്പാടില്ലല്ലോ. ഇലക്ഷൻ സമയത്തൊക്കെ നമുക്കറിയാം, നമ്മൾ മകരം നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ട് നമസ്കാരം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പലരും പല രാഷ്ട്രീയ പാർട്ടിക്കാരായിരിക്കും. ഒരു വിഭാഗം ആളുകൾ UDF-ന്റെ ആളുകളായിരിക്കും, ഒരു വിഭാഗം LDF-ന്റെ ആൾക്കാരായിരിക്കും. അവരിരു കൂട്ടരും അവരുടെ നേതാക്കന്മാരെ പേര് വന്ന് സിന്ദാബാദ് വിളിക്കുന്നുണ്ടാകാം. ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയം എതിർത്ത കാലഘട്ടത്തിൽ പറഞ്ഞതിന് തെളിവ് വേണ്ട കൂട്ടർ തെളിവില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമി പറഞ്ഞു പള്ളിയിലെ നേതൃത്വം രണ്ട് മുസ്ലിമയുടെ സുന്നത്ത് പറ്റൂ. അപ്പൊ നമ്മൾ ആ സംഘടന എന്ന ഒരു സൂലെ അബൂബക്കർ ബക്കറും ഉമറും ഒക്കെ അബൂബക്കർ അങ്ങനെ മുസ്ലിങ്ങളെ നേതൃത്വങ്ങൾക്കും പോയിട്ട് സിന്ദാബാദ് വിളിക്കുന്നു, ഇതൊരു സൗകര്യമുള്ള ഏർപ്പാടാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഇസ്ലാമിൽ അതിനൊരു തെളിവ് കിട്ടണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അതിന് ഒരു തെളിവ് കിട്ടണ്ടേ? അങ്ങനെ ഒരു തെളിവ് കിട്ടുന്നില്ല. തെളിവ് കിട്ടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാം അത് ദീനിലും ദുനിയാവിലും ഒരേ ഇസ്ലാമാണ്. ദുനിയാവും ആഖിറത്തുമുള്ള ഒരു ഇസ്ലാമാണ്. രാഷ്ട്രീയവും പിന്നെ മതവുമുള്ള ഒരു ഇസ്ലാമാണ്. എല്ലാത്തിന്റെയും ഒരു നേതൃത്വമാണ്, ഒരു ദീൻ. അല്ലാതെ ഇങ്ങനെ ദീനും ദുനിയാവും രണ്ടാക്കി വിഭജിച്ച് പല നേതാക്കളെയും ഭരിക്കുന്ന ഒരു സംവിധാനം ഇസ്ലാമിൽ കാണാത്തത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിനെ എതിർക്കുന്നത്. ഒരൊറ്റ നേതൃത്വത്തിന് കീഴിൽ ദീനും ദുനിയാവും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് നടത്തിയത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് പറയാനും അന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് ഒരു നേതൃത്വം, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടൊരു നേതൃത്വം മതപരമായിട്ടൊന്നും പാടില്ല. പള്ളിയിലൊരു ഇമാമ് രാഷ്ട്രീയമായിട്ട് മറ്റൊരു ഇമാമ് പാടില്ല. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ടും കാത്തിരിക്കാം നമ്മളൊക്കെ, അല്ലേ? എന്റെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി മത്സരിച്ചതാരാ? തെന്നിലാവരം രാധാകൃഷ്ണൻ. അയാൾ ഏത് പള്ളിക്കത്തെ ഇമാമ? ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. വോട്ട് കൊണ്ട് ചെയ്യായിരിക്കും ആലോചിക്കാതെ വേറെ കാര്യം. അയാൾ ഏത് പള്ളിക്കത്തെ ഇമാമ? ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രശ്നമൊന്നുമില്ല. തെരഞ്ഞെടുപ്പിന്റെ 2 ആഴ്ച മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ പോയി. അവിടെ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാനാർത്ഥി ഒരു പെണ്ണാണ്. എന്തൊരു പ്രീതി! ആ ചേച്ചി ഏത് പള്ളിക്ക് ഇമാമാണ്? അല്ലാഹു അഅലം. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രശ്നമല്ല. ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് ആരിഫ് അലി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. പത്രക്കാർ ചോദിച്ചു, അല്ല നേതാവേ, അതെങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ ഇതൊക്കെ തെറ്റായിരുന്നില്ലേ, ബിദ്അത്തായിരുന്നില്ലേ, ശിർക്കായിരുന്നില്ലേ? മുമ്പ് മറുപടി എന്താ അറിയാം? എല്ലാ ഹറാമും എക്കാലത്തും ഹറാമായി കൊള്ളുന്നില്ല. ഹറാമും ഹലാലൊക്കെ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, പണ്ടിവിടെ പ്രസംഗിച്ച പലർക്കും ഇപ്പത് പറയാൻ കഴിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അന്ന് നമ്മൾ പറഞ്ഞതും ഇന്ന് നമ്മൾ പറയുന്നതും ഇനി നമ്മൾ എന്നും പറയുന്നതും ഒന്നാ, മാറ്റില്ല.
ഞാൻ ഒരിക്കലും അല്ലാന്ന് അഭിപ്രായം വന്നോളി. ഞങ്ങൾക്ക് തുറന്ന അവസരമാണ്, ചോദിക്കാനുള്ള അവസരം. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നിർത്തും. തുറന്ന അവസരമാണ്, ചോദിക്കാനുള്ള അവസരമാണ്. ഒരു 3 കസാര സംഘാടകർ മുന്നിലിട്ട് മൂന്നാളുകൾ ചോദിക്കാളുകൾക്ക് വന്നിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അവരെണീറ്റ് പോയി അടുത്ത ആൾക്ക് വന്നിരിക്കാം. അത് ഇട്ടേക്കണ അല്ല, ഒന്നിരുന്നോട്ടെ. ആ കസാരിൽ വേറെ ആരും ഇരിക്കരുത്. ചോദിക്കാനുള്ളത് അത് ഏതും ചോദിക്കാം. മുജജമത്ത് അഭിനീകാദികൾ, മുടിചെട്ടി പാത്രാദികൾ, അത് ഏത് ഐറ്റംസ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ഏതും ചോദിക്കാം. ആരാരും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന ജമാഅത്തെ ഇത്തിഹാദ് പ്രസ്ഥാനത്തിനൊക്കെ ഒരു കാലത്തിലൊക്കെ ശിർക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്. ബുർദജല്ലൽ ശിർക്കായിരുന്നല്ലേ ഒരു കാലഘട്ടത്തിൽ. മുജാഹിദ് പ്രസ്ഥാനത്തിന് എനിക്ക് ഓർമ്മ അസ്സലാമലൈക്കും. യൂനിസ് ഫയലിൽ മൈക്ക് പോയിട്ടുണ്ട്. ആരും വോയിസ് ആക്റ്റീവ് ആക്കി വെക്കരുത്. അങ്ങനെ പിന്നെ എല്ലാവർക്കും മൈക്കിലോട്ട് കൊടുക്കേണ്ടി വരും. യൂനിസ് ഫയലിൽ കേൾക്കുന്നുണ്ടോ? മുബാറക് കടവണ്ണപ്പാറ കേൾക്കുന്നുണ്ടോ? ഒരു പക്ഷേ ഓക്കെ, മുബാറക് വരും. അവരുടെ പത്രം തന്നെ രേഖപ്പെടുത്തുന്നുണ്ടോ? അവിടെ ആരും കാണാത്തൊരു വർത്തമാനമില്ലാത്തൊരു വർത്തമാനമുണ്ടല്ലോ. ആ പത്രത്തിൽ വന്ന ഫോട്ടോ കണ്ടോ? അവരെ സമ്മേളനത്തിൽ ബസ്സുമുട്ടുകളാ. ഇന്നവർക്ക് ബസ്സുമുട്ട് പ്രശ്നമില്ല, കേൾക്കവേ പ്രശ്നമില്ല. എനിക്കെന്തോ ബുർദ പോലും അവർ തന്നെ ചെല്ലട്ടെ. ഒരു കാലത്ത് ബുർദയെ കളിയാക്കിയ ആളുകൾ, ഒരു കാലത്ത് ബുർദയെ കുറ്റപ്പെടുത്തിയ ആളുകൾ, ബുർദയെ പരിഹസിച്ച ആളുകൾ, സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാ ബുർദയെ കുറിച്ച് പറഞ്ഞത്, എങ്ങനെയൊക്കെയാ പരിഹസിച്ചത്. സ്റ്റേജിൽ കയറിയവരൊക്കെ ബുർദയെ എത്രത്തോളം ദോഷമായി പരിഹസിച്ചവരാ, ദോഷമായി കളിയാടിയവരാ. ചില ഭാഗങ്ങളൊന്ന് കേൾക്കുമ്പോൾ പുണ്യനബിയുടെ പേരിൽ നടക്കുന്ന ബുർദകളെ കളിയാക്കിയവരുടെ പ്രഭാഷകന്മാരുടെ ചില പ്രസംഗങ്ങളും ഇന്നലകളിൽ അവരെ പ്രസംഗമെന്ന് കേൾക്കൂ. എന്നിട്ട് അബ്ദുൽ ലത്തീഫ് കരമുലാക്കുന്ന ഗ്രൂപ്പ് അവരെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ബുർദ പാടുന്നത് നമുക്ക് കേൾക്കാം. അതിന്റെ മുമ്പ് സാമ്പിൾ ബോട്ടിൽസ് ഇങ്ങനെ നിന്നിട്ട് എന്നിട്ട് ഇങ്ങനെ മൊയ്ലിയന്മാർ 5 ടൺ അങ്ങനെ സാമ്പിൾ ബോട്ടിൽസ് ഇങ്ങനെ നിന്ന് തിരിയും. അതൊരു മോദി. അയാൾ ആക്ഷൻ കണ്ടില്ലെങ്കിൽ ബുർദനെ കളിയാക്കുമ്പോ എത്ര ആവേശഭരിതനാണ്. എന്തിനാ ഈ കളിയാക്കുന്നത്? പുണ്യനബി മുഹമ്മദ് മുസ്തഫ ചെല്ലട്ടെ. നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കൃഷ്ണമായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ഒരു മദ്ഹ് പാടുമ്പോ അവിടത്തേക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാ, അവിടത്തേക്ക് എത്ര പ്രിയമുള്ള കാര്യമാ. പലപ്പോഴും റസൂലുള്ളാഹിനെ മദ്ഹ് പാടിയപ്പോഴല്ലേ റസൂലുള്ളാഹിനെ തോളിൽ കിടക്കുന്ന തട്ടമെടുത്തു കൊടുത്തില്ലേ അസ്സാറുൽ സാദിഖിനെ പാടാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തില്ലേ? റസൂലുള്ളാഹി ചെന്നപ്പോ ദസ്മുട്ടി പാടിയ കുട്ടികളെ റസൂലുള്ളാഹി കെട്ടിപ്പിടുന്നില്ലേ? അവർക്ക് റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? പക്ഷേ ഇപ്പോൾ ഇതൊന്നും പാടില്ല, അതെന്ത് തെറ്റാണെന്ന് പറയുന്ന ആളുകൾ. ഇനി കണ്ടോ മറ്റൊരു മൗലവി, അപ്പൊ എന്നെ നോക്കണേ ഇങ്ങനെ. അപ്പൊ ഏത് സ്റ്റൈലാ കിട്ടുക ആ സ്റ്റൈലിൽ لا يصلي وصفا لندائما أبدا
അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അറബി ഭാഷയെ എരപ്പാക്കുന്ന, വഷളാക്കുന്ന, നടുറോട്ടിലിട്ട് കൊഞ്ഞനം കാട്ടുന്ന മുസ്ലിയാരുട്ടികൾ രണ്ടകൾ ഇങ്ങനെ കുറെ ഉണ്ടാകുമ്പോൾ സമയത്തിന്റെ പരിമിതി ഞാൻ നേടാൻ ആഗ്രഹിക്കും. ഇതൊക്കെ ഒരു കാലത്ത് ബുർദയെയും സ്വലാത്തിനെയും പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ഒരു കാലത്ത് കളിയാക്കിയവരവൾ. ഇപ്പോഴോ എന്തും പാടാവും, ഒരു കുഴപ്പമില്ല. ജമാഅത്ത് ഇസ്ലാമിന്റെ സമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ സാധാരണ നമ്മളെ കളിയാക്കാറുണ്ട്, നമ്മൾ ദിക്ർ ചെല്ലുന്നതിനെ അല്ലേ. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിപ്പോയാൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ മാലയെടുത്തിട്ട് പടച്ചവനെക്കുറിച്ചുള്ള ചിന്തയോടുകൂടെ ആ നഫ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ദിക്റൊന്ന് ചൊല്ലിപ്പോയാൽ അപ്പൊ ചോദിക്കും, അങ്ങനെ ചെല്ലാൻ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദിക്ർ ചെല്ലാൻ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് അല്ലാഹ് എന്നൊക്കെ ചെല്ലാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പൊ എന്താ, ഇപ്പൊ അല്ലാഹ് അല്ലാഹ് എന്നുള്ള പാട്ടാ, ഒരു പ്രശ്നമില്ല. ആരാ പാടുന്നത്? നമ്മളെ വേദിയിലൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ ഇവരെ വേദിയിൽ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ഒറ്റക്കൊന്നല്ല, ജമാഅത്തായിട്ട് പാട്ട് പാടാം. എന്താ പാട്ട്? അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഇതൊന്നും കുറച്ച് ക്ലിയർ ആക്കാൻ പാട്ട് മാത്രം കേട്ടായിരുന്നു. അളക്കെ ഉണ്ടാക്കി നല്ല ഒരു 16-17 വയസ്സുള്ള പെൺകുട്ടികൾ കേട്ടാ എന്നിട്ട് ആടി പാട്ട് പാടും. കേട്ടോളി കേട്ടോളി. ഒരു കുഴപ്പമില്ല. ഇനി സുബ്ഹാനല്ലാഹ് അടുത്ത പാട്ട് സമയമില്ലാത്തത് ഞാൻ ലേക്കൊന്നും നടക്കുന്നില്ല. ഒരു കുഴപ്പമില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് എന്തും പാടാ. മുജാഹിദിനോ? മുജാഹിദിനും പ്രശ്നമില്ല. മുജാഹിദിന് ഏത് പാട്ടോ. കഴിഞ്ഞ സമ്മേളനത്തിൽ, എടരിക്കോട് സമ്മേളനത്തിൽ ഒരു സെഷൻ മുഴുക്കെ പാട്ടായിരുന്നു. ഒരു ഏരിയ മുഴുവൻ പാട്ട്. ഒരു കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇത്രയും പാടാ. പാടുന്നതിന് യാതൊരു വിരോധമില്ല. ദഫ്മുട്ട്, കോൽക്കളി അടക്കമാണ് മുജാഹിദ് സമ്മേളനത്തിൽ നടക്കുന്നത്. അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇതിലേക്കൊന്നും ഇപ്പൊ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടികൾ പാടുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? ആ പാട്ടൊക്കെ എന്റെ കയ്യിലുണ്ട്. സമയമില്ലാതെ ഞാൻ ഇതിലേക്കൊന്നും ഇപ്പൊ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയമതല്ല. ഒരു കാലത്ത് ബുർദയെ കളിയാക്കിയ ആളുകൾ, ബുർദയെ കുറ്റപ്പെടുത്തിയ ആളുകൾ, ബുർദയെ പരിഹസിച്ച ആളുകൾ, സുബ്ഹാനല്ലാഹ്, അവരുടെ നാവിനോട് അവർ സമ്മേളനത്തിൽ ബുർദയെ മദ്ഹ് ചെയ്യുന്നു. ബുർദ അവർ പാടുകയാ, ബുർദ അവർ തന്നെ പാടുന്നു. നമുക്കൊരു മൗലാ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അവരൊന്ന് പാടട്ടെ. നമുക്കെന്തേ പറയാനുള്ളൂ നമ്മള്? فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. ചൊല്ലിക്കൊടുത്തുകൂടെ മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇനിയോ ഇനി കഴിഞ്ഞോ കഴിഞ്ഞില്ല. ലോകം കണ്ട മഹാനല്ലേ, കേരളത്തിലെ വലിയ പണ്ഡിതനല്ലേ, സയ്യിദുന ഉമറുൽ ഖാദി പോയില്ലേ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക്? മുത്തനബിന്റെ ഖബറിൽ പോയി ഉമറുൽ ഖാദി പൊട്ടി കരഞ്ഞില്ലേ നബിയോട്? തന്റെ സങ്കടങ്ങൾ പറഞ്ഞില്ലേ നബിയേ? യാ കിറമൽ ഖുർആന ഉമറുൽ ഫക്കീർ മുർതജീൽ ജനാബിക എന്ന് പറഞ്ഞ 2 മണിക്കൂറോളം നിൽക്കുന്ന ആ പുണ്യ നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായ മനസ്സിനുള്ളിൽ നിന്ന് കടന്നു വന്ന ആ പുണ്യ നബിയോടുള്ള മധു കീർത്തനങ്ങൾ ഉമറുൽ ഖാദി എന്ന് പാടിയപ്പോഴല്ലേ മദീനയിൽ പൊട്ടിത്തെറലുണ്ടായത്? ഉമറുൽ ഖാദി കയറി ചെന്നില്ലേ? റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞില്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാലത്ത് ഒരു കളിയാക്കി ഉമറുൽ ഖാദിന്റെ പദ്യത്തെ, ഉമറുൽ ഖാദി പാടിയ പാട്ടിനെ അവർ കളിയാക്കി. ഇപ്പോഴോ മുജാഹിദിന്റെ നേതാവ് ആ പാട്ടപ്പ പാടുന്നത് കേട്ടോളൂ നിങ്ങൾ. പ്രവാചകന്റെ ഈ സൗമ്യഭാവം, എല്ലാവരോടുമുള്ള സ്നേഹം, ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ബൈത്താണ്. പ്രവാചകന്റെ കീർത്തനമാണ്. ആ കീർത്തനം തുടങ്ങുന്നത് സ്നേഹം. വെളിയംകോട് ഉമർ ഖാദിയുടെ സല്ലല്ലാഹു എന്ന ബൈത്ത്
അത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ബൈത്താണ്. ഉറപ്പല്ലേ? പ്രവാചകന്റെ കീർത്തനമാണ്. നിങ്ങൾക്ക് ഇപ്പോഴാ മനസ്സിലായത്, ഞങ്ങളിത് പണ്ടേ പറഞ്ഞു. ഉമർഖാന്റെ ബൈത്ത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. അതുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുത്തു. നിങ്ങൾ തല്ലി. ഇപ്പൊ നിങ്ങൾക്കും തോന്നുന്നു കുഴപ്പമില്ല. ആ കീർത്തനം തുടങ്ങുന്ന പറഞ്ഞുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലാ ഇബ്നി അബ്ദില്ലാഹി ദീ ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അളീമാ ഫളൻ ഗലീദൻ ലം യകും ബല്ലൈനാ ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇത് എവിടുന്നാ കേൾക്കുന്നത്? മുജാഹിദിന്റെ സമ്മേളന നഗരിലാ പാടുന്നത്. ഏത് പാട്ട്? ഞാൻ പറഞ്ഞല്ലോ, മഹാനായ ഉമർ ഖാലി റസൂലുള്ളാഹിന്റെ ഖബറിന് പോയി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പാടിയ പാട്ട്. എന്ന് മൗലവി പാടുന്നു. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മറ്റേ മൂലം ആർക്ക് ചോദിച്ചിട്ടുണ്ടാ? പാടാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പാരങ്ങോട്ട് പറഞ്ഞത്? നിങ്ങൾ വരും, ഞങ്ങൾക്ക് ഉറപ്പാ. ഇൻഷാ അല്ലാഹ് ഒരു 2 സമ്മേളനം കഴിയുമ്പോഴേക്ക് മുജാഹിദിന്റെ സമ്മേളനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. لك أشكو يا سيدي خير النبي الصلاة على النبي. ഇൻഷാ അല്ലാഹ് താമസം വിനാ നമ്മളതൊക്കെ കേൾക്കാൻ പോവുക. അതൊക്കെ കേൾക്കാൻ പോവുകയാണ്. ആ പാട്ടുകളും ഒക്കെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ആ മൗലൂദൊക്കെ ഓതേണ്ടി വരും. മുഹിദ്ദീൻ മാലപാടും അല്ലേ? ഇനി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാളി മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞില്ലേ? കഴിഞ്ഞ സമ്മേളനത്തെ കുറിച്ച് വലിയ മധു പറഞ്ഞ ആരെ കുറിച്ച് അറിയോ? കാളി മുഹമ്മദ്. ആരെ കാളി മുഹമ്മദ്? കോഴിക്കോട്ടുറ തന്നിൽ ഇതൊക്കെയും നോക്കിയെടുത്തോവ. ആ കാളി മുഹമ്മദല്ലേ മുഹിദ്ദീമാനുണ്ടാക്കിയത്? അല്ലാ തിരുപേരും തുതിയും സരവാത്തും അതിനാൽ തുടങ്ങുക അത് ചെയ്ത വേദാന്ത അലമുടയോവൻ ഏകല്ലറുളാലേ ആയ മുഹമ്മദ വർഗീയ ആണവ. ഇൻഷാ അല്ലാഹ് മുജാഹിദീനിയും സമ്മേളനങ്ങൾ വെക്കട്ടെ. നമുക്കവരുടെ കൂടെ ചെല്ല, അല്ല നമ്മുടെ കൂടെ അവർക്കും ചെല്ല. അല്ലാ തിരുപേര് തുതിയും സലവാത്തു അതിനാൽ തുടങ്ങുക അരുൾ ചെയ്ത വേദാന്ത. ചെല്ലി ചെല്ലി അവർ അവസാനം ചൊല്ലേണ്ടി വരും. ചത്തേച്ചകത്തിന് ജീവൻ നീടിച്ചോ ചാകും കീലശത്തെ നന്നാക്കി വിട്ടോ. ഒരു കാലത്ത് ഇതൊക്കെ ഓവറായിരുന്നു. ഇപ്പോഴോ മുജാഹിദിന് ഓവറല്ല, ഏകദേശം ബറാബറായി നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാലോ മുജാഹിദ് പറയും ഇതൊക്കെ വളരെ ക്ലിയറാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വല്ലാത്ത മാറ്റം. പക്ഷേ നമ്മുടെ ഖേദം കൂടി പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഓലിങ്ങനെ മാറി നമ്മളേക്കിങ്ങനെ വരുമ്പോ ചില ആൾക്കാർ ഇന്ന് മാറി അങ്ങോട്ട് പോകും. ഇതുവരെ ഉമറുൽ ഖാലി റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ പോയി സഹായം കിട്ടിയെന്ന് പറയുമ്പോ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഇത് വലിയൊരു സംരംഭമാണ്. ചെറിയൊരു വാഴവോ തട്ടിക്കൂട്ടലോ അല്ല. ഞാനതിന്റെ പ്രോഗ്രാമൊക്കെ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടത്. നല്ല ഒരുപാട് പ്രോഗ്രാം, രാവും പകലുമായിട്ട്. ഞാൻ ഇവിടെ നസർക്ക് വന്നപ്പോ നേരത്തെ വരണമെന്ന് നിർബന്ധിച്ചപ്പോ നേരത്തെ തന്നെ പോകുന്നു. ഈ നമ്മൾ വരാത്തതിന്റെ പേരിൽ പരിപാടി തുടങ്ങാൻ വഴിയുണ്ടാച്ചിട്ട് നേരത്തെ നോക്കുമ്പോൾ ഓണംപുള്ളി സ്ഥാനത്ത് സമയം. പിന്നെ ഇന്നലത്തെ വേദനയോട് നോക്കുമ്പോ ബഹുമാനായ സഖാഫി അടക്കമുള്ള ധാരാളം ആളുകൾ. ഇനി നാളെ ബഹുമാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹുവിന്റെ
അവിടുത്തെ എല്ലാവരും അസുഖങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. അവരെയും ഞങ്ങളെയും ഒക്കെ സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഉസ്താദ്, നമുക്കറിയാലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും അടുത്തിടവഴിക്കാൻ മനസ്സിലാക്കുന്നത് ഇത്ര സൂക്ഷ്മതയുള്ളൊരു മനുഷ്യൻ, ഇത്ര സൂക്ഷ്മത. ഞാൻ ഉസ്താദും പല പരിപാടിയിൽ എനിക്ക് എപ്പോഴും ഓർമ്മ പങ്കെടുത്തത്. ഒരു ദിവസം ചാവക്കാട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഉസ്താദിന്റെ പ്രത്യേക രീതിയിൽ ഒരു തലയ്ക്കുന്ന എല്ലാവരും കഴിച്ചോളൂ, ഒരു പാത്രത്തിൽ എല്ലാവരും കൂടി കഴിക്കാൻ ചാറും ചോറും മീനും ഒക്കെ കുഴക്കും, അതിനടുത്ത് കഴിച്ചോളാം. ആ കഴിക്കുന്നതിനിടയ്ക്ക് എന്റെ അടുത്ത് ഒരു വറ്റ താഴത്ത് ചാടി. ഞാനും ശ്രദ്ധിച്ചില്ല, ഉസ്താദിന്റെ അടുത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഉസ്താദ് വെള്ളം വെച്ചിട്ട് എല്ലാവരും 4 ഭാഗത്ത് എല്ലാവരും ഉണ്ട്. ഉസ്താദിനെ തീരെ പരിചയമില്ലാത്തവരുണ്ട്, പരിചയമുള്ളവരുണ്ട്, ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉസ്താദ് കഴുകിയിട്ട് ഉസ്താദ് കുടിക്കുക. ഇത്തര സൂക്ഷ്മത, ഇസ്ലാമിക കാര്യങ്ങൾ ഇത്തര ചിട്ടയോടെ ജീവിക്കുന്നൊരു മഹാമനുഷ്യൻ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ കീഴിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. നാളെ ഉസ്താദ് വരുന്നുണ്ട്. സഹോദരിമാരെ, നിങ്ങൾക്ക് ഇന്നൊരു കവർ തരുന്നുണ്ട്. നിങ്ങൾ ആ കവർ കൊണ്ടുപോയി നിങ്ങൾക്ക് നീറുന്ന 100 കണക്കിന് പ്രയാസങ്ങൾ, ഒരുപാട് വിഷമങ്ങളുള്ള സമയമാണ്. നമുക്കറിയാം, ഒരുപാട് പ്രയാസങ്ങൾ. ചെറിയൊരു രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ച് നോക്കിയാൽ കേൾക്കണം, ബ്ലഡ് ക്യാൻസറാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, 20-30 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രായത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഓടിച്ചാടി നടക്കുന്ന നമ്മളൊക്കെ ചെറിയ പനി വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ബ്ലഡ് ക്യാൻസർ ആണെന്ന് കേട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളെയും കുടുംബങ്ങളെയും അത്തരം രോഗങ്ങളെ കൊണ്ടൊന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ, പരീക്ഷിക്കല്ല റബ്ബേ. വല്ല പ്രയാസമുള്ള ആളുകളൊക്കെ നല്ലൊരു നെയ്യത്തോടെ, ഞാനിതാ നാളെ മഹത്വക്കളൊക്കെ വരുന്ന സദസ്സിലേക്ക്, ഇവിടെ വലിയൊരു സാമ്പത്തിക ബാധ്യത, ഈ സംവിധാനക്കൂടെ ഒരുക്കണി ഉറപ്പാണ്. നല്ലൊരു സാമ്പത്തിക ബാധ്യത എല്ലാവർക്കും അറിയാലോ. നിങ്ങളൊക്കെ നല്ലൊരു മനസ്സോടെ നിങ്ങളുടെ പ്രയാസം എന്താണോ അത് മനസ്സിൽ കരുതുക. ഇവിടെ തട്ടിപ്പും വെട്ടിപ്പൊന്നുമില്ല, ഇവിടെ മുടിയും പൊടിയും കൊടിയും ഒന്നുമില്ല, പരിപാടികളൊന്നുമില്ല. ഇവിടെ നല്ല നിലക്കുള്ള പരിപാടിയാണ്, ആത്മാർത്ഥമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട നല്ലൊരു മനസ്സോടെ, നല്ലൊരു സാധാരണത്തെ പോലെ നമ്മൾ ആ നല്ലൊരു മനസ്സോടെ പോയി ആ കവറിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ ഒരു കടലാസിൽ എഴുതി ആ കവറിൽ വെക്കുക. അതോടൊപ്പം നല്ലൊരു സംഖ്യയും അത്യപുരസ്ഥാനം ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാം വായിച്ചു ഉസ്താദ് നാളെ വന്നു ആ ചെയ്യും. നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുക. സഹോദരന്മാർ, പരമാവധി നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നെങ്കിൽ അത്ര കൊടുത്ത് എല്ലാവരും സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു 4-5 സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. അതിൽ പാകം ഒരാളാണ് വന്നിരിക്കുന്നത്. അത് മുജാഹിദും അല്ല, ജമാഅത്തും അല്ല, നമ്മുടെ പ്രവർത്തനം തന്നെയാണ്. അത് മുജാഹിദാക്കാൻ എടുക്കണ്ട. അപ്പൊ വല്ല മുജാഹിദ് സുഹൃത്തുക്കളോ, ഞാൻ നേരത്തെ പറഞ്ഞത് മുജ ജമാഅത്ത് അബലീഗാദികൾ, ഇനി അതെല്ലാം മറ്റ ടീമുണ്ടല്ലോ, അവർക്കും എല്ലാവരും ഇവിടെ നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വന്നിരിക്കാവുന്നതാണ്. അവർ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നീട്ടിക്കൊണ്ടുപോകും. വരാതെ പെട്ടെന്ന് നിർത്തേണ്ട ചെറുത് നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത്. അവർ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ പ്രസംഗം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ മുഖാമുഖത്തിലേക്ക് കടക്കും. ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയാകാരം ശബ്ദം കേൾക്കുന്നുണ്ട്. ഓമാനൂർ സെന്റർ വേറെ ബോക്സ് വെച്ചിട്ടുണ്ടല്ലേ, അത് അങ്ങോട്ട് റോട്ടുകളില്ലേ, ടൗണിലേക്കല്ലേ ബോക്സ് വെച്ചു. ഒഫാക്കം പറഞ്ഞു ശരി, പോലീസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും കേൾക്കുന്ന ഭാഗത്തൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലോ. അവിടെ ഓഫാക്കിയുണ്ട്, സ്വാഭാവികമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഓഫാക്കില്ലേ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമല്ല, മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും തബ്ലീഗായാലും മുടിയന്മാരായാലും ആരായാലും കുഴപ്പമില്ല. അവർക്ക് വന്നിരിക്കാം, വന്ന് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല നിരക്ക് തന്നെ ഇൻഷാ അല്ലാഹ് മറുപടി ലഭിക്കുന്നതാണ്. അവർ കാണുന്നവരെ നമ്മൾ വിഷയം നീട്ടിക്കൊണ്ടുപോകും. കാരണം നിർത്തിയിട്ട് അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരുമില്ലാണെങ്കിൽ നീട്ടി പോകുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവർ വരുന്നത് വന്നിരുന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ പ്രസംഗം അവസാനിപ്പിച്ച് അവർക്കുള്ള അവസരമായിരിക്കും നൽകുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ സദസ്സരേക്ക് വന്ന് ഇരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, മഹാനായ സയ്യിദുന ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പരിശുദ്ധമായ ആ പദ്യം പോലും എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ
ഇപ്പോൾ ചെല്ലുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞവർ എന്തു ചെയ്യുമ്പോഴും ചോദിക്കുകയാണ്, റസൂലുള്ള ചെയ്തിട്ടുണ്ടോ, റസൂലുള്ള ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് നന്മയെല്ലാം കുറ്റപ്പെടുത്തി, എല്ലാ നന്മയും ബിദഅത്താക്കി ചിത്രീകരിച്ച്, എല്ലാ ബിദഅത്തിനെ ദലാലത്താക്കി വീണ്ടും ചിത്രീകരിച്ച്, ദലാലത്തിന്റെ അഹ്ലുകാരൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞ് സുന്നികളെ കൊണ്ടുപോയി നരകത്തിലാക്കിയ ആളുകൾ സുബ്ഹാനല്ലാഹ് അവർ തന്നെ ഇപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. റാലി അവർക്ക് വിഷയമല്ല, പ്രകടനം ഇപ്പോൾ പ്രശ്നമേ അല്ല, എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. സലാത്തിന്റെ പ്രശ്നമല്ല, പൊക്കത്തൊക്കെ പണ്ട് നമ്മൾ നടത്തുന്നതിനെ കുറ്റപ്പെടുത്തിയവർ എന്തിനേറെ ഒരു വീട്ടിൽ പോയി ഒരു മയ്യിത്തെടുക്കുമ്പോൾ ഒന്ന് ദുആ ചെയ്താൽ, ഒരാൾ ഗൾഫിലേക്ക് പോകുമ്പോ അവൻ ഗൾഫിലേക്ക് പോകുകയല്ലേ എന്ന ചിന്തയോടുകൂടെ ഒന്ന് ഫാത്തിഹോദി ദുആ ചെയ്ത് പറഞ്ഞേക്കാമല്ലോ എന്ന് നല്ലൊരു മനസ്സോടെ ഫാത്തിഹ പറഞ്ഞാൽ അതിനെപ്പോലും കളിയാക്കിയിരുന്ന ആളുകൾ, അതിനെപ്പോലും കുറ്റപ്പെടുത്തിയിരുന്ന ആളുകൾ, അതിനെപ്പോലും പരിഹസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ സുബ്ഹാനല്ലാഹ് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുകയാ. അതാ ഞാൻ പറഞ്ഞത്, റസൂലുള്ള ചെയ്തില്ല എന്ന് വിചാരിച്ച് ഇതൊന്നും തള്ളാൻ പാടില്ല. ഇനി നോക്കുന്നു, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റജുലുൻ മിനൽ അൻസാരി യഉമ്മുഹും ഫീ മസ്ജിദി ഖുബാ. മസ്ജിദ് ഖുബായിലൊരു ഇമാമ്, അദ്ദേഹത്തിന്റെ പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത കുല്ലമാ ഇഫ്തഹ സൂറ യഖറഉ ബിഹാ ലഹും ഫിസ്സലാ. നിസ്കാരത്തിൽ അദ്ദേഹം ഇമാമ് നിൽക്കുമ്പോ മസ്ജിദ് ഖുബായിലെ ഖുബാ പള്ളിയിലെ ഇമാമ അദ്ദേഹം ഇമാം നിൽക്കുമ്പോ ഫാത്തിഹ കഴിഞ്ഞ് ഏത് സൂറത്ത് ഓതുമ്പോഴും അദ്ദേഹത്തിനൊരു രീതിയുണ്ട്. ഏത് സൂറത്ത് ഓതുമ്പോഴും അതിന്റെ സൂറത്തുൽ ഇഖ്ലാസ് എന്നിട്ട് മറ്റൊരു സൂറത്ത് ഓതുകയുള്ളൂ. ആളുകൾ ചോദിച്ചു ഇമാമിനോട് വന്നിട്ടോ, അല്ല ഇമാമവറുകളെ, എന്തിനാണ് രണ്ട് സൂറ? ഒന്നുപോലെ ഒന്നെങ്കിൽ അങ്ങ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഓരോ നിസ്കാരത്തിന് പ്രത്യേക സൂറത്തുകൾ ഉണ്ടാകുമല്ലോ, അത് മാത്രം ഓതുക. എന്തിനാണ് അങ്ങക്ക് മറ്റു സൂറത്തുകൾക്ക് പുറമേ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നത്? ഇത് പറഞ്ഞപ്പോ ആ സഹാബി ആ ഇമാം പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഞാൻ ഇമാം നിൽക്കൽ? എങ്കിൽ ഞാൻ ഇമാം നിന്നോളാം. നിങ്ങൾക്കൊരു എന്നോട് ഇഷ്ടമില്ലേ? ഞാൻ ഈ ചെയ്യുന്ന ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോളൂ, ഞാൻ പോയിക്കൊള്ളാം. പക്ഷേ നാട്ടുകാർ വെക്കാനോ അവർക്കാണെങ്കിലോ ഈ ഇമാം വേറെ ഇഷ്ടമുള്ള ആളാണ്, അവരെ കൂട്ടത്തിലേറെ സ്ഥാനമുള്ള ആളാണ്, ഒഴിവാക്കാനിട്ട് താല്പര്യവുമില്ല. അവസാനം അതാ അവർ പോകുമ്പോൾ നബിയുടെ ഹദറത്തിലേക്ക് പുണ്യ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ മുത്തുനബിയെ, ഞങ്ങളെ ഇമാമിന് ഇങ്ങനെ പ്രശ്നമുണ്ട്. എന്താ ഇമാമിന്റെ പ്രശ്നം? എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ്. റസൂൽ അങ്ങനെ ചെയ്യാറില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇമാമിനെ വിളിക്കുന്നു, വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, യാ ഫുലാൻ മാ യംനഅക അൻ തഫ്അല മാ യഅ്മുറുക ബിഹി അസ്ഹാബുക. എന്തേ നിങ്ങളുടെ മുഅ്മിനീങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്തുകൂടെ? എന്തിനാ എല്ലാ റക്അത്തിലും നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്? ഇത് കേട്ടപ്പോൾ ആ ഇമാം നബിയോട് പറയുന്ന, നബിയേ, ഞാനിങ്ങനെ എല്ലാ സൂറത്തിലും എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ കാരണം, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അപ്പൊ നബിന്റെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചെയ്യാത്തൊരു കാര്യം നീ ചെയ്യ്, അത് വിധേയത്തല്ലേ? പറഞ്ഞോ? പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ വ്യക്തിയോട് ഇമാമിനോട് പറയുന്നു, മോനെ, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. മോനെ, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം നിന്നെ സ്വർഗത്തിൽ കിടത്തട്ടെ. ഉണ്ടോ?
നമ്മളിങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ, സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോ ചില ആളുകൾ ഒരു കളിയാക്കല, ചില മൗലവിമാർക്കൊരു പരിഹാസമാണ്. ഒരു മൗലവി പറയുന്നു കേട്ടോ, ഒരു മൗലവി പറയാ സുന്നികളെ കൊണ്ടിറങ്ങാറായി, സുന്നികൾ തിരിയാനും അറിയാനും സമ്മതിക്കുന്നില്ല, എവിടെ നോക്കിയാലും ഫാത്തിഹ ഓതുകയാ. ഒരു കാലത്ത് നമ്മെ കളിയാക്കിയവരാണവർ. കേൾക്കും നിങ്ങൾ. എത്ര സ്ഥലത്ത് അനങ്ങാനൊക്കെ മനുഷ്യന്മാര്, ഒരാൾ ദുബായി പോകാണെങ്കിൽ അന്നൊരു അവിടെ അൽഫാത്തിയ, പനക്ക് മുറ്റടിക്കുക അൽഫാത്തിയ, പനക്ക് കട്ടിൽ വെക്കുമ്പോ അൽഫാത്തിയ, പുതിയ പനി കൂടുമ്പോ അൽഫാത്തിയ, അച്ഛന് പോകുമ്പോ അൽഫാത്തിയ, പുതിയ അമ്പിളിറങ്ങിയ അൽഫാത്തിയ, പുതിയ എണ്ണിറങ്ങിയ അൽഫാത്തിയ, അച്ഛന് പോകുമ്പോ അൽഫാത്തിയ. തിരിയാനും അറിയാനായിക്കോല. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? തിരിയാനും അറിയാനും മുജാഹിദിനെ സമ്മതിക്കുന്നില്ല. മുജാഹിദ് ഇങ്ങോട്ട് തിരിഞ്ഞാലും അൽഫാത്തിഹ, അങ്ങോട്ട് തിരിഞ്ഞാലും അൽഫാത്തിഹ, കുത്തിടിക്കാൻ പോയാലും അൽഫാത്തിഹ, തറക്കല്ലിട്ടാലും അൽഫാത്തിഹ, ഗൾഫിൽ പോകുമ്പോ അൽഫാത്തിഹ, വരുമ്പോ അൽഫാത്തിഹ, ഹജ്ജിന് പോകുമ്പോ അൽഫാത്തിഹ. മാറ്റം തൗഹീദിൽ കണ്ടവല്ലാത്ത മാറ്റം വന്നു കഴിഞ്ഞു. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മാറ്റങ്ങളെ വന്നപ്പോ ഇങ്ങനെ കബറിങ്ങ പോയി സഹായം തേടിയെന്ന് നമ്മൾ പറഞ്ഞപ്പോ അന്ന് മുജാഹിദിനെ കുറ്റപ്പെടുത്തി എങ്ങനെ റസൂലുള്ളാഹിനെ കബറിങ്ങ പോയിട്ട് എങ്ങനെ സഹായം കിട്ടുക? റസൂലുള്ളാഹി വഫാത്തായി പോയില്ലേ? റസൂലുള്ളാഹി വഫാത്തായി പോയില്ലേ? മരിച്ച പിന്നെ വല്ലതിനും കഴിയോ? മൊയ്സുക്കും കറാമത്ത് ജീവിതകാലത്തേക്ക് മാത്രം ബാധകമല്ലേ എന്നൊരു കൂട്ടർ ചോദിച്ചപ്പോൾ അന്ന് നമ്മൾ മറുപടി കൊടുത്തു. അല്ലേ, മരണാനന്തരം മൊയ്സത്തുണ്ടാവാം, അല്ലെ, നിലനിൽക്കാം, മരണാനന്തരം കറാമത്തുണ്ടാകാം. കേൾക്കുള്ള പുസ്തകത്തിൽ പോലും പറയുന്നുണ്ടെന്ന് നമ്മൾ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞു. അവർക്ക് ഇലേശം ഒതുങ്ങി വന്നപ്പോഴേക്ക് വേറെ ടീം നമ്മളെപ്പോലെ തലയെക്കുട്ടും കെട്ടിയിട്ട് പറയാ, ഈ മൊയ്സത്ത് മരണാനന്തരം ഉണ്ടാവൂല. മൊയ്സത്ത് മരണത്തോടൊന്നും അറിയുന്നു. അതെന്തിനാ പറയേണ്ടി വന്നത്? അതെന്തിനാ അത് പറയേണ്ടി വന്നത്? ആ കാര്യം ഒരു കാലത്ത് ഇതല്ല നമ്മുടെ വിശ്വാസമാണ് ശരിയെന്ന് എഴുതി വെച്ചാൽ ആരെ ഗ്രാൻഡ് മുഫ്തി പെരുമുൾ അബ്ദുൽ ഖാദർ പറയേണ്ടി വന്നു. എന്തുകൊണ്ടാ? അയാളി മുടിയുടെ പിന്നാലെ കൂടി, മുടിയുടെ പിന്നാലെ കൂടി എന്ന് മാത്രമല്ല, മുടിയുടെ പിന്നാലെ കൂടി ഒരു കാലത്തെ മുടിയെ വകുപ്പുണ്ടാക്കിയപ്പോൾ പെട്ടുപോയി, പെട്ടപ്പോഴോ പിന്നെ ന്യായീകരിക്കേണ്ടി വന്നു. അപ്പൊ അദ്ദേഹത്തിന് പലതിനെയും തള്ളേണ്ടി വന്നു. എവിടേക്കെത്തി നമ്മൾ ആലോചിച്ച്, എവിടേക്കാണ് ഈ അവരെ നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യാണ്. വല്ല ആൾക്കാരും എന്റെ ആൾക്കാരുണ്ടെങ്കിൽ ചട്ടിന്റെ ആയാലും പാടില്ല, മുടിന്റെ ആയാലും പാടില്ല, അപ്പൊ ഒരു കുപ്പായത്തിട്ടുണ്ട്, കുപ്പായത്തിന്റെ ആയാലും പാടില്ല. എന്തൊക്കെ ഇനി ഇറങ്ങാനുള്ള എന്തൊക്കെ ഇനി ഇറങ്ങാനുള്ള ഇനി കുറച്ച് കഴിഞ്ഞാൽ മോഡിന്റെ കുപ്പായണ്ടിരിക്കും വരിക. അപ്പൊ മോഡിന്റെ പിന്നലപ്പുള്ളത് ഗുജറാത്ത് പോയി സമ്മേളനം നടത്തിയിരിക്കുക. ഞാനിപ്പോ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ കോഴിക്കോട് വെച്ചുള്ളതൊക്കെ വിശദീകരിക്കപ്പെടുകയാണ്. നിങ്ങളൊക്കെ കോഴിക്കോട്ട് ക്ഷണിക്കുക. മറ്റന്നാൾ കോഴിക്കോട് വെച്ചു ഇതൊക്കെ വിശദീകരിക്കും. മറ്റന്നാൾ 4 മണിക്ക്, തിങ്കളാഴ്ച 4 മണിക്ക് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം. എന്തിനാണ് ഗുജറാത്ത് സമ്മേളനം നടത്തിയത്? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഗുജറാത്തിൽ പോയിട്ട് സമ്മേളനം നടത്തിയത്? നിങ്ങളിത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ഗുജറാത്തിൽ സമ്മേളനം ഉണ്ടായത്? അതിന്റെ പിന്നിലെ രഹസ്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വ്യക്തമായി അറിയേണ്ടതുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ചുകൊണ്ട് തിങ്കളാഴ്ച വിശദീകരിക്കപ്പെടുകയാണ്. നിങ്ങളൊക്കെ നേരത്തെ എത്തിച്ചേരണം. കൃത്യം 5 മണിക്ക് തന്നെ നമ്മൾ പ്രോഗ്രാം നേരത്തെ നിങ്ങൾ എത്തിച്ചേരണം. ഇവിടെ പല തലിനിറങ്ങളും നമുക്ക് കാണിക്കേണ്ടതുണ്ട്, സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് വിഷയങ്ങളോട് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾ നേരത്തെ എത്തിച്ചേരണം. അത് മഗ്‌രിബിന്റെ ശേഷമല്ലേ തുടങ്ങുള്ളൂ എന്നും വിചാരിച്ച് നിൽക്കരുത്. നമ്മൾ നേരത്തെ തന്നെ തുടങ്ങും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മുതലക്കുളം മൈതാനിൽ വെച്ചുകൊണ്ടെന്ന് നടക്കുക. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമുകൾ എവിടേക്കെത്തി? എന്നിട്ട് അവസാനം ഈ മുടിയും ചട്ടിയും പാത്രവും ഒക്കെ തുടരെ ഓരോന്ന് വരാൻ തുടങ്ങിയപ്പോ മണ്ണാർക്കാട് വെച്ചുകൊണ്ട് നമ്മൾ ഇവരോട് ആവശ്യപ്പെട്ടു, നമുക്കൊരു സംവാദം നടത്തിക്കൂടെ? നമ്മൾ വെല്ലുവിളിച്ചപ്പോ ഗതികെട്ടാൽ ഒരു പുല്ലുന്നെന്ന് പറഞ്ഞതുപോലെ ഇവരും കുടുക്കി ഇങ്ങനെ വിളിക്കന്നല്ലേ, സംവാദത്തിനുണ്ടോ ചോദിച്ചപ്പോ കുട്ടികൾ ചോദിച്ചു. അവിടുത്തെ പ്രമുഖനായ സക്കാഫിയുണ്ട്, റഷീദ് സക്കാഫി ഏലംകുളം, ഇവരുടെ കമ്പ്യൂട്ടറാണ്. റഷീദ് സക്കാഫി ഏലംകുളം പറഞ്ഞു റെഡി, സംവാദത്തിന് തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു 10,000 കുതിരശക്തിയോടെ ഞങ്ങൾ തയ്യാറാണ്.
എന്താ നമ്മൾ ചോദിച്ചത്? നമ്മൾ ചോദിച്ചു കാരന്തൂർ മർക്കസിൽ കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേതാണ് എന്ന് പറയാൻ തയ്യാറുണ്ടോ? ഇത്ര ചോദിച്ചു, വേറെ ഒന്നും വേണ്ട, ആണ് നീ തന്നെ. അപ്പൊ ഇയാൾ സംവാദം ഏറ്റെടുത്തു. സംവാദത്തിന് വന്നിരുന്നു മണ്ണാർക്കാട് വെച്ചുകൊണ്ട്, മണ്ണാർക്കാട് ടോപ്പാസ് വെച്ചുകൊണ്ട് സംവാദ വ്യവസ്ഥക്കിരുന്നു. പ്രിയങ്കരനായ MP അബൂബക്കർ ദാരിമി, സലീം ഇർഫാനി, മുജീബ് സി പോലോടക്കമുള്ള ഗഫൂർ അൻവരി ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ ഇസ്തിഖാമിന്റെ പ്രവർത്തകന്മാരും അവരുടെ പ്രമുഖരായ നേതാക്കന്മാർ, അവരുടെ ഈ രംഗത്ത് അവരുടെ കമ്പ്യൂട്ടറായ റഷീദ് സക്കാഫി എല്ലാം കൊണ്ടു, സ്വപ്നജീവിയുടെ അരിമ ശിക്ഷൻ ജാഫർ സക്കാഫി, സാലിബക്കുള്ളി സക്കാഫിനെ കുട്ടികളെ പല കുറിച്ച് പറയാം. ആ സക്കാഫിയും പിന്നെ വേറൊരു നേരാട്ടിക്കാരൻ റഷീദ് സക്കാഫിയും ഇബ്രാഹിം സക്കാഫിയോടൊക്കെയുള്ള ഒരു പ്രമുഖരായ ആളുകളും വന്നിരുന്നു. നമ്മൾ അവരോട് കാര്യമായിട്ട് ചോദിച്ചു. നമ്മൾ അവരോട് ചോദിച്ചു, കാരന്തൂർ മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റെ ആണോ? ഒന്ന് ഈ തന്നാ മതി, അതല്ല തർക്കമുള്ളനി. കേരളത്തിൽ ഇപ്പൊ തർക്കന്താ? കേരളത്തിൽ തർക്കന്താ? സമസ്ത കേരള ജമിയത്തുലമയുടെ ഇടപെടൽ കൊണ്ട് തർക്കം എവിടെയുള്ളത്? ഒരു കാലത്ത് മുജാഹിദ് പറഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശക്തികളെ കൊണ്ട് ബർക്കത്തെടുക്കാൻ പാടില്ല. അല്ലെ? നമ്മൾ ഇടപെട്ട് അവരെയും കൈകാര്യം ചെയ്തു. മുജാഹിദിനെ ഇവിടെ മുജാഹിദിനെ ജമാഅത്തെ ഇസ്ലാമി ഒരുപോലെ അല്ലെ, ഒരു ഭാഗത്ത് മുജാഹിദ് ജമാഅത്തുകൾ കൈകാര്യം ചെയ്ത് എങ്ങനെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശക്തികളെ ബർക്കത്തെടുക്കണം. ഇവരെവിടെ കൈകാര്യം ചെയ്ത? റസൂലുള്ളാഹിന്റെ പേരിൽ തട്ടിപ്പടുത്തെങ്കിലും മുടൂല, രണ്ടിനും കൈകാര്യം ചെയ്തു. അപ്പൊ ഇവരൊന്നായി മുജാഹിദ് പറയാൻ തുടങ്ങി റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശക്തികളെ ബർക്കത്തെടുക്കാം. അവരവസ്ഥക്കെത്തി. തർക്കം എവിടെ എത്തി? ഇത് റസൂലുള്ളാഹിന്റെ ആണോ അല്ലേ? അതേപ്പോ തർക്കമുള്ളൂ. അപ്പൊ പിന്നെ അതല്ലേ ഇനി ചർച്ച ചെയ്യേണ്ടത്? അതേ തർക്കമുള്ളൂ. നമ്മൾ പറയല്ല, കാന്തപുര വിഭാഗത്തിന്റെ പ്രമുഖനായ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസാഹ നബിയിൽ നമുക്ക് തർക്കമുണ്ടോ? ഞങ്ങൾ വരുമ്പോ ഒരു മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറിയപ്പോ അവിടെ കുറച്ച് കുട്ടികൾ മറ്റുണ്ട്. ഒരെന്നെ കണ്ടെടുക്കുന്ന അല്ലാഹുമ്മ ജഅൽനാ മിൻ മുഹിബ്ബി ആസാരി നബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർക്കണത് ആർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസാറുകളെ ഇഷ്ടപ്പെടുന്നതിൽപ്പെടുത്തണം. അൽഹംദുലില്ലാഹ് അങ്ങനെ ചേർക്കണ്ടേ? അല്ല, എന്ത് ചേർക്കരുത്? ആസാരി ജാലിവാല, അതാ പ്രശ്നം. ജാലിവാലിന്റെ മുടിയിലെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളെ പെടുത്തുകയല്ല, അതങ്ങൾക്ക് പറ്റിയത്. അത് ബർക്കത്തെടുക്കപ്പെടേണ്ട ഒരു തർക്കം നമുക്കില്ല. തർക്കം എവിടെയുള്ളത്? തർക്കമുള്ളത് എന്താ? ഈ കൊണ്ടുവന്ന സാധനം അത് റസൂലുള്ളാഹിന്റേത് ആണോ അല്ലേ? മറ്റേ സാധനം ഇതൊക്കെ റസൂലുള്ളാഹിന്റേതാണോ? ഇപ്പൊ ഒടുക്ക വന്ന ചട്ടി തിരിച്ചു പോയിട്ടോ, പോയി. ആ ചട്ടി ജൂതന്മാരുണ്ടാക്കിയ ചട്ടി, അത് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ പുണ്യനബിയുടെ ശറഫാക്കപ്പെട്ട കൈ സ്പർശിക്കുമ്പോ ഈമാനിൽ വിശ്വാസിക്കേണ്ട പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? എങ്ങനെയാണത് ചിന്തിക്കാൻ കഴിയുക? ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതിരിക്കാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെയാ സാധിക്കുക? ആ ചട്ടിന്റെ ഉള്ളിലുള്ള എമ്പളം കണ്ടാ പോരെ, ആ ചട്ടിന്റെ ഉള്ള ലിപി കണ്ടാറില്ലേ? പുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാനപാത്രമാണ് പരിചയപ്പെടുത്തിയത്. ഇത് പരിചയപ്പെടുത്തുമ്പോൾ തിരുത്തി കൊടുക്കില്ല. അത് തിരുത്തി കൊടുക്കാനാണ് ഇൻഷാ അല്ലാഹ്, അതുകൂടി വ്യക്തമാക്കി കൊടുക്കാൻ ആ ചട്ടിയുടെ പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ എന്തൊക്കെ, അതൊക്കെ ഇൻഷാ അല്ലാഹ് കോഴിക്കോട് വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ പരമാവധി സന്ദേശം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ അള്ളാഹുവിന്റെ മഹത്താ അനുഗ്രഹത്തോടുകൂടെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്പത്താണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയല്ലേ ഇന്ന് പലരും, നമുക്കറിയില്ലേ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ചോദ്യം ചോദിക്കാൻ വരും. അവരൊക്കെ ഇന്ന് ചോദ്യം ചോദിച്ചിരുന്ന ആളുകളൊക്കെ ഇന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രേക്ഷകരായി, അതിന്റെ പ്രചാരകരായി, അതിന്റെ അടിമകളായി മാറി. ഒരു കാലത്ത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ കുറ്റപ്പെടുത്തിയ ആളുകൾ ഇന്നിപ്പോ ഇവിടെ നടന്നുകൊടുക്കുന്ന പ്രോഗ്രാം തത്സമയം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും മൊബൈലിലൂടെ ഇത് കാണാനും കേൾക്കാനുള്ള സംവിധാനങ്ങൾ.
ടാബിലൂടെ, നെറ്റ് സംവിധാനത്തിലൂടെ, ലാപ്ടോപ്പിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, മറ്റ് സംവിധാനങ്ങളിലൂടെ കാണാനുള്ള വലിയൊരു സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ നല്ലവരായ ഇതിന്റെ പ്രേക്ഷകരോട് സ്നേഹത്തോടെ പറയാനുള്ളത്, 21-ാം തീയതി നിങ്ങളും ആ ക്ലാസ് റൂമിലുണ്ടാകണം. ഈ സന്ദേശം കൈമാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സംരംഭത്തിനെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ആ സംവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിന്റെ ക്ലിപ്പുകളൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ കോഴിക്കോട് വെച്ചുകൊണ്ട് എല്ലാം വിശദീകരിക്കപ്പെടാൻ പോകുകയാണ്. ഇതിന്റെ ക്ലിപ്പുകൾ കൊണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ഞാനിതിലേക്കൊന്നും കിടക്കുന്നില്ല. ബഹുമാനായ എം ടി അബൂബക്കർ ദാരിമി അദ്ദേഹം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നീട്ടിക്കൊണ്ടുപോകുന്ന ഉചിതമല്ലെന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്റെ പ്രിയപ്പെട്ട മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളോടൊക്കെ, അതോടൊപ്പം തന്നെ നെറ്റ് ഉപയോഗിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങളൊക്കെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സ്ഥിരം പ്രേക്ഷകരായി മാറണം. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തോടെ അള്ളാഹു നമുക്ക് നൽകിയൊരു സൗഭാഗ്യമാണ്. SKSSFന്റെ കീഴിൽ നടത്തപ്പെടുന്ന വലിയൊരു ഭാഗ്യമാണ്. 24 മണിക്കൂറും ദീനീ കാര്യങ്ങൾ. ഇപ്പൊ ഇന്നിവിടെ പരിപാടി നടക്കുന്നത് കേൾക്കാൻ കഴിയുന്നു. നാളെ വേറെ എവിടെയെങ്കിലും നടക്കുന്ന ലൈവ് പ്രോഗ്രാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേൾക്കാനും കാണാനും കഴിയുന്നു. മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ, നെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, നെറ്റിൽ വേറെ പലതും കണ്ടിരുന്നിട്ട് അത് കണ്ടിക്ക കേട്ടിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അതും കണ്ടിരിക്കുന്ന നേരം ഇതൊന്ന് കണ്ടിക്ക. ഏത് നമ്മളെ ഈ പരിപാടി നല്ലൊരു സംവിധാനമാണ് ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. അത് നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ സ്നേഹത്തോടെ ഉണർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ അണിയറ ശില്പികൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പകലില്ലാതെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഗൾഫിൽ പോയി തന്റെ കുടുംബത്തിനു വേണ്ടി, തന്റെ നാടിനു വേണ്ടി, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, തന്റെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയ്ക്ക് ഈ പ്രസ്ഥാനത്തിന്റെ കാര്യം ഏറ്റെടുത്ത്, ഈ സംഘടനയുടെ കാര്യം ഏറ്റെടുത്ത് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒട്ടേറെ ആളുകൾ വിദേശ രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ നാടുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ റഹ്മാനെ. വിദേശത്തുള്ളവരുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ നീ അഭിവൃദ്ധിയും ബറക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പറയും. ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നീ അവസരം കൊടുത്തില്ല എന്ന് പറയാൻ അവസാന സമയത്ത് വന്നിട്ട് ലാസ്റ്റ് സമയത്തന്നെ വരും. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ കസാരട്ട് കിടക്കുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട്, ഇവിടെ ഒന്ന് ഇരിക്കാവുന്നതാണ്. നിങ്ങളെ കണ്ടാൽ പിന്നെ വിശദീകരണമൊക്കെ നിർത്തും. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ഇത് മനസ്സിലാക്കി കേൾക്കുന്നവർ കൂട്ടത്തിൽ ആരെങ്കിലും മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, കാന്തപുര വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കണമെന്നും നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള തുറന്ന അവസരമാണെന്നും ഇത് ഉപയോഗപ്പെടുത്തണമെന്നും വളരെ സ്നേഹത്തോടുകൂടെ വീണ്ടും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട്, ഒരു പ്രകോപനവുമില്ലാതെ നിങ്ങളിവിടെ വന്നാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു പദപ്രയോഗങ്ങളോ മറ്റുള്ള പ്രവൃത്തികളോ ഒന്നും തന്നെ നിങ്ങളുണ്ടാവില്ല. ഇവിടെ കേസിന്റെ സന്നദ്ധ വിഭാഗമായ വിക്കായ അവർ നിങ്ങളെ സംരക്ഷിക്കാൻ കാത്തിരിക്കുകയാണ്. നൂരി വിക്കായ എന്ന് പറയും പോലെ എസ്കേസിന്റെ വിക്കായ നിങ്ങളെ സംരക്ഷിക്കാൻ കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് വരാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. സ്നേഹബുദ്ധിയ വീണ്ടും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ മഹത്തായ സംരംഭം ഔപചാരികമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി